ഒരു വർഷമായി നൈതികുട്ടം വന്നിട്ട്. അപ്പോൾ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യണ്ടേ. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഭാഗത്ത് ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കിത് ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇത് തലേ ദിവസം ഫംഗ്ഷൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുള്ളതുകൊണ്ട് ചേട്ടൻ വർക്കിന് പോയതുകൊണ്ട് ഞാൻ നടന്ന് തളർന്നു ചാലക്കുടി കൂടെ. പക്ഷേ ഇത് ആക്ച്വലി നടന്ന് തളർന്നത് എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ടാണ്. ആ തളർച്ച മാറ്റാനാണ് ഞാൻ ഷേക്കും ഈ സാൻഡ്വിച്ചും കഴിച്ചത്. തെറ്റെന്താണെന്ന് വെച്ചാൽ, തെറ്റെന്ന് പറയാൻ പറ്റുമോ അത് ബുദ്ധി വർക്ക് ചെയ്യാഞ്ഞതാണോ എന്നറിയില്ല കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഓട്ടോയ്ക്ക് മുനിസിപ്പാലിറ്റി വരെ പോയപ്പോൾ 110 രൂപയായി. അപ്പോൾ മീറ്റർ ഇട്ടല്ല സാധാരണ അവർ ഓടിക്കണേ, പക്ഷേ എങ്കിൽ കൂടി. അപ്പോൾ തിരിച്ച് ഞാൻ വിചാരിച്ചു വണ്ടി പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നത് എവിടേക്കാണെന്നറിയോ, സൗത്തിലേക്ക്. എന്നിട്ട് ഒരു ഷേക്കും ഈ സാൻഡ്വിച്ചും കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോയ്ക്ക് വന്നു. അപ്പോൾ എത്ര രൂപയായി? ഓട്ടോയ്ക്ക് മാത്രം 120 രൂപ. പിന്നെ നമ്മൾ കഴിച്ചതിൻ്റെ പൈസ പിന്നെ പോട്ടെ, സാരമില്ല. പക്ഷേ എൻ്റെ ഒരു ബുദ്ധി നോക്കണേ. എൻ്റെ അച്ഛൻ പറയാം, അവിടെ നിന്ന് ട്രാംവേക്ക് നടന്നെങ്കിൽ 60-70 ആവുള്ളായിരുന്നു. ഇതെൻ്റെ ഒരു ബുദ്ധിയേ, എന്താ ചെയ്യുക അല്ലേ. പിന്നെ നമ്മൾക്ക് 2 കാർഡും കൂടി ഒരു വീട്ടിൽ വെക്കാണ്ടായിരുന്നു കേട്ടോ. കാർഡെല്ലാം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് കേട്ടോ, ഞാൻ തന്നെ ചെയ്തത്. എൻ്റെ പാർട്ടിയുടെ കാർഡും എല്ലാം ഞാൻ തന്നെ ചെയ്യാം. നിങ്ങൾക്കും ചെയ്യാം, ക്യാൻവയിൽ ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ മടത്തിക്കാവ് അമ്പലം. നടന്ന് പോകാറില്ല, അതുകൊണ്ട് തന്നെ ഈ കാഴ്ച നിങ്ങളെ കാണിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇപ്പം നടന്നതുകൊണ്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കാർഡൊക്കെ വെച്ച് സെറ്റായി വന്നു. ആ ഫംഗ്ഷൻ്റെ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ചിങ് ഉണ്ട് വസ്ത്രത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണ്ടേ. എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ശനിയാഴ്ച കേട്ടോ, നമുക്ക് ഞായറാഴ്ചയാണ് ഫംഗ്ഷൻ. അപ്പോൾ 8-ാം തീയതി ശനിയാഴ്ച അവൻ ശരിക്കും ജനിച്ച ഡേറ്റ് ഓഫ് ബർത്താണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഫംഗ്ഷൻ നമ്മൾ 9-ാം തീയതി ഞായറാഴ്ചയാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിൽ മിനി ഹാളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പോൾ ചേട്ടന്മാർ വന്നിട്ടുണ്ട് സ്റ്റേജൊക്കെ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളതിന് വേണ്ടിയിട്ട് പോയിട്ടോ. അരുൺ ചേട്ടൻ എൻ്റെ കല്യാണ ഫംഗ്ഷനിൽ, പാർട്ടിയല്ല കല്യാണത്തിൻ്റെ സ്റ്റേജ് ചേട്ടൻ തന്നെയായിരുന്നു ചെയ്തത്. അപ്പോൾ ആൾ തന്നെ നമ്മൾ ഏൽപ്പിച്ച് അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ നമ്പർ തരാം കേട്ടോ. അടിപൊളിയായിട്ട് ആൾ ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യും. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴാണ് നമുക്ക് മെയിൻ എൻട്രിയുടെ അവിടെ നിന്ന് മിനി ഹാളിലേക്ക് വരുന്ന എൻട്രിയുടെ അവിടെ ലേറ്റൊന്നും ഉണ്ടായില്ല. പിന്നെ അപ്പം തന്നെ ആ ചേട്ടൻ സെറ്റൊക്കെ ആക്കി തന്നു കേട്ടോ. പിന്നെ പ്രൊജക്ടറൊക്കെ ഫിക്സ് ചെയ്യണമായിരുന്നു, അതൊക്കെ സെറ്റാക്കി തന്നു. അത് കഴിഞ്ഞ് നൈതികുട്ടിൻ്റെ ഒരു ഫ്ലെക്സും കൂടി അടിക്കാനുണ്ടായിരുന്നു. പെട്ടെന്നായിട്ട് നമ്മൾ ആ ഡിസിഷൻ എടുത്ത് ഒരു ഫ്ലെക്സും കൂടി വേണമെന്ന്. അപ്പോൾ സുരഭിയിൽ പോയിട്ട് ആ ചേട്ടൻ പറഞ്ഞ് പെട്ടെന്ന് അടിച്ചു. പിന്നെ ഓൾട്രേഷൻ ഉണ്ടായിരുന്നു അവൻ്റെ ഡ്രസ്സ്, അതൊക്കെ ചെയ്ത്. പിന്നെ നമുക്കൊരു ലക്കി വിന്നർ, നമ്മുടെ വസ്ത്രത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ ലോഞ്ചിങ്, അപ്പോൾ ലക്കി വിന്നറേയും കൂടി തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. ടയേർഡ് ആയതുകൊണ്ട് ഒരു പാനിപ്പൂരി കഴിച്ച് വീട്ടിലേക്ക് പോന്നു.